ജബോട്ടിക്കിൻ്റെ റെഡ് ഹൈബ്രിഡ് പറഞ്ഞ വെറൈറ്റിയാണത്. 16 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഇതിലിപ്പോൾ നിറയെ ഫ്രൂട്ട് ഉണ്ട്. 16 ഇഞ്ചിൻ്റെ പോട്ടിലാണ് നട്ടുകൊടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ചെറിയൊരു ചട്ടിയിൽ നട്ടുകൊടുത്താൽ മതി. മരത്തിൻ്റെ താഴെ വരെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. മണ്ണിൽ തട്ടിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ പോർച്ചിൻ്റെ മുകളിൽ ഒരു കോർട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെയാണ് നട്ടുകൊടുത്തിട്ടുള്ളത്. റെഡ് ഹൈബ്രിഡ് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് എസ്കാർലറ്റും ഉണ്ട്. അത് ഞാൻ താഴെ നട്ടിട്ടുള്ളത്. 20 ഇഞ്ചിൻ്റെ പോട്ടിൽ നട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നിറയെ ഫ്രൂട്ടുണ്ട്. ഇത് ഫുള്ള് ഇനി കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇത് തണ്ടിൽ നല്ല വെയിൽ തട്ടണം, നല്ല ഫ്രൂട്ട് മധുരം ഉണ്ടാവുള്ളൂ. അതുപോലെ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിലും തണ്ടിൽ വെയിൽ തട്ടണം. ഇതൊക്കെ ഇനി കട്ട് ചെയ്ത് കൊടുക്കാനുള്ള കമ്പുകളാണ്. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ഒരു മുന്തിരിനൊക്കെ പോലെ ഒരു വീട്ടിലൊക്കെ നടാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണത്. സ്ഥലജാതകൾക്ക് ചട്ടിയിൽ നട്ടുകൊടുത്താൽ മതി. ചട്ടിയിൽ നട്ടാൽ തന്നെ നിറയെ ഫ്രൂട്ട് ഉണ്ടാവും. ഇതിന് ഞാൻ വളം കൊടുക്കൽ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക് 3 മിക്സ് ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്രസീലിയൻ ഫ്രൂട്ടാണ്. വിദേശ പായ്ച്ചെടികളിലെ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണത്. ഇത് ഓൾ സീസണാണ്. ഇതിലെപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവും. ഇതിന് തൈകളക്കാരെ വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പ്ലാന്റ് വാങ്ങാൻ നല്ലത്. ചെറിയതൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറേ കാലെടുക്കും ഫ്രൂട്ടാവും. കുറച്ച് വലുത് വാങ്ങിയാൽ 1 വർഷം 2 വർഷങ്ങളൊക്കെ ഫ്രൂട്ടാവും. ഇതാണ് എൻ്റെ ജബോട്ടിക്കിൻ്റെ എസ്കാർലറ്റ് പറഞ്ഞ വെറൈറ്റി. ഇത് 20 ഇഞ്ചിൻ്റെ പോട്ടാണ്. കുറച്ച് വലുപ്പമുള്ള. ഇതിൽ നിറയെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഒക്കെ ഇപ്പോൾ ഫുള്ളർത്ത് കഴിഞ്ഞാണ്. റെഡ് ഹൈബ്രിഡിനാട്ടിയും കുറച്ചുകൂടി മധുരമുള്ള ടൈപ്പാണ് എസ്കാർലറ്റ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. എല്ലാവർക്കും പല ടേസ്റ്റ് ചെയ്യാറ്. ഇത് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് ഇതിൻ്റെ ഫ്രൂട്ട്. ഇപ്പോൾ 2.5 വർഷം പഴക്കമുള്ള പ്ലാന്റാണ്. ഇതേപോലത്തെ വലിയൊരു പ്ലാന്റ് വാങ്ങിയിട്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ. ഞാൻ പ്രൂൺ ചെയ്ത് നല്ല ഷേപ്പിലാക്കി നിർത്തിയതാണ്. ഇസ്രായേലത്തിൻ്റെ പ്ലാന്റാണത്. ഇതിൽ നിറച്ച് ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഏകദേശം 10-20 മുകളിൽ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ആ ഫുള്ളിപ്പോൾ പറിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ വെയിൽ കൊണ്ടാണ് ഇതിൻ്റെ ഇലകൾ ഫുള്ള് കൊഴിഞ്ഞിട്ടുള്ളത്. 2 ദിവസം നനച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇലകൾ ഫുള്ള് കൊഴിഞ്ഞു. പുതിയ തളിരിങ്ങനെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു എത്തിപ്പോയാണ് ഇസ്രായേലെത്തി. നല്ല സൈസും ഉണ്ട്.